നമസ്കാരം. ശബരിമല കൊള്ളയിൽ ഇഡി എത്തുന്നു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കൊള്ള സംഘത്തെ പൂട്ടാൻ വേണ്ടി ഇഡി എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ ഇഡിയുടെ വരവിനെ മാക്സിമം എതിർത്തു നോക്കി. ഇഡി അന്വേഷണം ആവശ്യമില്ല, ഇഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അന്വേഷിക്കേണ്ടതില്ല. മാത്രമല്ല SIT ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള SIT ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന SIT സംഘം നല്ല അന്വേഷണമാണ് നടത്തുന്നത്. ഇതിൽ വലിയ പ്രമുഖരെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഇഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരുന്നത്. എന്നാൽ ഈ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ച്, ദേവസ്വം ബോർഡല്ല ദേവസ്വം ബെഞ്ച്, ആ ദേവസ്വം ബെഞ്ച് കൃത്യമായി പറഞ്ഞിരുന്നു ഇഡിക്ക് ഇതിൽ കേസെടുക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്, ഇഡിയെ തടയാൻ കഴിയില്ല എന്നൊരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പറയുന്നത് പോലെ SITയുടെ മുമ്പിലുള്ള SITയുടെ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ കൈവശമുള്ള മുഴുവൻ രേഖകളും ഈ വിജിലൻസിനെ ഇഡിയെ ഏൽപ്പിക്കണം എന്ന രീതിയിലേക്ക് ഒരു ഹർജി ഇഡി കോടതിയിൽ കൊടുക്കുന്നത്. അങ്ങനെ ഇഡി ഈ ഒരു ഹർജി കൊടുത്തതോടുകൂടി കോടതി കൃത്യമായി ഇത് പരിഗണിക്കുകയും അതിൽ വാദം കേൾക്കുകയും സർക്കാരിനോട് ഇതിലെ സർക്കാരിന്റെ ഭാഗം എന്നുള്ള കാര്യത്തിലുള്ള വാദങ്ങൾ കേൾക്കുകയും സർക്കാരിന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം കൃത്യമായി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ഇന്നുണ്ടായത്. അങ്ങനെ തീരുമാനമെടുത്തത് ഇഡിക്ക് മുഴുവൻ രേഖകളും സർക്കാർ വിട്ടുകൊടുക്കണം, അഥവാ സർക്കാർ എന്ന് പറയുന്നത് SIT അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കണം. ഇതിൽ ശബരിമലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഇഡിക്ക് അന്വേഷിക്കാം എന്നുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ശബരിമല സന്നിധാനത്ത് നടക്കുന്ന അഴിമതികളിലേക്ക്, അതായത് ഒരു സ്വർണ്ണക്കൊള്ള മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. അവിടെ കട്ടിളപ്പാളിയിൽ സ്വർണ്ണമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണ രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട്, യോഗദണ്ഡുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ ഇഡിക്ക് കടന്നെത്താവുന്ന ഒരു ഡയറക്റ്റ് വഴിയായി ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കേസ് മാറിയിരിക്കുന്നു. പക്ഷെ നമ്മൾ നിർണായകമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതായത് സ്വർണ്ണക്കൊള്ളയിലേക്ക് മാത്രമല്ല ഇഡിയുടെ പോക്ക്. അവിടെ ശബരിമലയിലെ നടവരവ് പോലും നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ കണക്കനുസരിച്ചുകൊണ്ട് മാത്രമാണ്. ഇത്ര കോടി കിട്ടി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ഇത് ആരാണ് അവിടെ എണ്ണിത്തിട്ടപ്പെടുന്നത്? ഇത് ആരാണ് അവിടെ കണക്കുകൾ സൂക്ഷിക്കുന്നത്? ശബരിമലയിൽ കൃത്യമായി ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക്, അവിടെ അപ്പം നിർമ്മാണം, അരവണ നിർമ്മാണം, ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമക്കേടുകൾ, ഇതൊക്കെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന മുഴുവൻ ക്രമക്കേടുകളിലേക്കും ഇഡിയുടെ അന്വേഷണം വരികയും ഈ ശബരിമലയിൽ ഇതുവരെ ദേവസ്വം ബോർഡുകൾ നടത്തിയിട്ടുള്ള അഴിമതികളിലേക്കൊക്കെ ഇഡിയുടെ അന്വേഷണം പോകുന്നതിന് ഒരു കാരണമായിട്ട് ഈ സ്വർണ്ണക്കൊള്ള മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഇഡി ഒരു കേസ് അന്വേഷിക്കുമ്പോഴാണ് മറ്റൊരു തുമ്പ് ഇഡിക്ക് കിട്ടുന്നത്. ആ കേസിൽ ഇഡിക്ക് എന്ന് പറയാം, ഈ പറയുന്ന പോലെ FIR രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ അന്വേഷിച്ച് ഇതൊരു ചെയിന് പോലെ പോകുന്ന സംഭവമാണ്. ആ ചെയിനിൽ എത്ര ആളുകൾ കുടുങ്ങും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനി ഏതൊക്കെ ആളുകളാണ്, ഏതൊക്കെ വമ്പന്മാരാണ് കുടുങ്ങാൻ പോകുന്നത്? ചില വമ്പന്മാരെയൊക്കെ പിണറായി സർക്കാർ ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഇഡി പൂട്ടുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പിന്നെ ഇഡി ഇതിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി കോടതിയും ഇഡിയും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്താണ്. ഇത് അന്തർ സംസ്ഥാന കള്ളക്കടത്ത് മാത്രമല്ല, അന്താരാഷ്ട്ര കള്ളക്കടത്ത് കൂടിയാണ്. SITക്ക്, അതായത് ഇവിടെയുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പറയുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെയുള്ള ക്രിമിനലുകളെ, അവിടെയുള്ള കൊള്ള സംഘങ്ങളെയൊക്കെ ഡയറക്റ്റ് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പരിമിതിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ പരിമിതിയുള്ള കാര്യങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഇഡിക്ക് ആ പരിമിതിയില്ല. അതുകൊണ്ട് തന്നെ അവർ അത് അന്വേഷിക്കണം എന്നുള്ളതാണ് കോടതി ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തത്, ഈ രാജ്യത്ത് പോലും നിൽക്കുന്ന കേസല്ല ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള കൊള്ളസംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം SITക്ക് മൊഴി നൽകിയിരുന്നു. ഇത് ഒരു അന്താരാഷ്ട്ര കൊള്ളയാണ്, സ്വർണ്ണ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് മംഗലാപുരത്തുള്ള വ്യവസായി ഒരു മൊഴി SITക്ക് നൽകിയിരുന്നു. അതൊക്കെ SITയുടെ പരിഗണനയിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇഡി എത്തും. ഇഡി ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കും, അതുപോലെ തന്നെ ഈ വ്യവസായിയുടെ മൊഴിയെടുക്കും. എങ്ങനെയാണ് ഇത് പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള സാധ്യത? അതായത് ഈ പറയുന്ന
ക്ഷേത്രങ്ങളിലെ പുരാതനമായിട്ടുള്ള സ്വത്തുക്കൾ, പുരാതന മൂല്യമുള്ള സ്വർണം, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് അന്താരാഷ്ട്ര മാർക്കറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ടോ, അവിടെ എത്തിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഈ മുരാരി ബാബു എന്ന് പറയുന്ന ഒരു അഴിമതി നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ, ഏറ്റുമാനൂരിൽ പിടിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ശിക്ഷിക്കുന്നതിന് പകരം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാരാണ്? അതിന്റെ പിന്നിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ CPM-നെ ഭയപ്പെടുത്തുന്നത്. ഈ തവണ വോട്ട്, അതായത് തദ്ദേശ ഇലക്ഷനിൽ വോട്ട് വ്യാപകമായി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കാൻ വേണ്ടി CPM സർക്കാർ മുൻകൈയെടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായ തെരഞ്ഞെടുപ്പ് വിധി നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കോവിഡും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഈ പറയുന്ന സർക്കാരിന് വലിയ തുണ ആ സമയത്ത് കിട്ടുകയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നു പോവുകയും, പക്ഷെ അതൊരു യുവതീ പ്രവേശനത്തിന്റെ ഘട്ടത്തിലേക്ക്, അതായത് യുവതീ പ്രവേശനത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് CPM പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ CPM പുറകോട്ട് പോകുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആവശ്യം അതല്ല, അത് ഈ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ നേരിട്ട് കൊണ്ടാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് ഈ പറയുന്ന കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ തരത്തിൽ അഴിമതികൾ നടന്നത്. തിരുവനന്തപുരത്ത് മുതൽ ഇങ്ങോളമുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അഴിമതിയുടെ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ശബരിമല മാത്രമല്ല, ശബരിമല, ഏറ്റുമാനൂർ ക്ഷേത്രം, ഇവിടെ എറണാകുളത്തുള്ള തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, അതുപോലെ പെരുമ്പാവൂരിനടുത്തുള്ള അമ്പലം, അതുപോലെ കോഴിക്കോടുള്ള ബാലുശ്ശേരി കോട്ട അമ്പലം, ഗുരുവായൂർ അമ്പലത്തിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ, അമ്പലത്തിനെതിരെ അല്ല, ദേവസ്വം ബോർഡിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് തൃച്ചംബരം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ആരോപണം നിലനിന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ അങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്കൊക്കെ ഇഡിയുടെ അന്വേഷണം പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള തട്ടിപ്പുകളായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എന്തിനാണ് സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പുറകിൽ എന്താണ് നടക്കുന്നത്? ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് അവിടെയുള്ള ക്ഷേത്ര സ്വത്തുക്കൾ ഉപയോഗിച്ച് കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു, അവിടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു, അതിൽ തന്നെ തട്ടിപ്പുകൾ നടത്തുന്നു. തട്ടിപ്പിന്റെ ഘോഷയാത്ര എല്ലാ ദേവസ്വം ക്ഷേത്രങ്ങളിലും നടക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിന് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഭക്തജനങ്ങൾക്ക് വലിയ റോളില്ലാത്ത അവസ്ഥ വരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു വലിയ മാറ്റം ഒരു പക്ഷേ ഈ ഇഡി അന്വേഷണത്തിലൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേരളത്തിലെ അങ്ങോളം ദേവസ്വം ഇടപാടുകൾ, ദേവസ്വത്തിന്റെ ഭൂമി ഇടപാട്, ദേവസ്വത്തിന്റെ സ്വർണം ഇടപാട്, ദേവസ്വത്തിന്റെ ഈ കാണിക്കയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ ദേവസ്വം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ എടുത്തു കളയാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് സർക്കാരിന്റെ അമിതമായ കൈകടത്തലുകൾ, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ മാത്രമായ ഏകപക്ഷീയമായ കൈകടത്തലുകൾ അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് ഏക സിവിൽ കോഡ് വരുന്ന സമയത്ത് വളരെ കൃത്യമായി ചില നടപടികൾ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. അതിനെയൊക്കെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക്, അതിനൊക്കെ സഹായകമാകുന്ന രീതിയിലേക്ക് ഇഡിയുടെ അന്വേഷണം, അതിന്റെ ഭാഗമായി ഒരുപക്ഷെ CBI അന്വേഷണം തന്നെ ഇവിടെ വന്നേക്കാം എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇഡിയുടെ ഈ അന്വേഷണത്തിന് ഒടുവിൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രമുഖ അംഗങ്ങൾ അറസ്റ്റിലാകുമോ? മുൻ MP, അതായത് മുൻ MP അല്ല, ഇപ്പോഴത്തെ MP ആയി നിൽക്കുന്ന, മുൻ മന്ത്രിയായി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർ അറസ്റ്റിലാകുമോ? അതുപോലെ മുൻ മന്ത്രിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിന് ആരൊക്കെയാണ് സപ്പോർട്ട് കൊടുത്തത്? ഈ പാർട്ടി അറിയാതെ എങ്ങനെയാണ് ഇത്രയും ആളുകളെ ദേവസ്വം ബോർഡിലേക്ക് ഇവരെടുത്തത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഇവർ കൃത്യമായി മറുപടി പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് CPM വലിയ തരത്തിൽ വെള്ളം കുടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോൾ തന്നെ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന് പറയുന്ന പാട്ടുണ്ട്. ആ പാട്ട് CPM-ന്റെ സ്വൈര്യം കെടുത്തിയിരിക്കുന്ന അവസ്ഥയിൽ അതിനെതിരെ ഏതോ ഒരു ആളെ കൊണ്ട് കേസൊക്കെ കൊടുപ്പിച്ച് അതിനെ വലിയ രീതിയിൽ ആ ഒരു പാരടിക്കാനും വലിയ രീതിയിൽ ഇവർ പലപ്പോഴും എന്താണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്ന ആളുകൾ അതിനെതിരെ കേസ് കൊടുക്കാനൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇപ്പൊ സർക്കാരിന് തന്നെ മനസ്സിലായിരിക്കുന്നു അത് വലിയ അബദ്ധമാണ് ചെയ്യുന്നത്, ഈ കേസ് നിലനിൽക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് CPM-ഉം അതിനെ സർക്കാരും ഈ കേസിൽ നിന്ന് U-turn അടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തത് മറ്റൊരാളാണെങ്കിലും അയാളുടെ പരാതിയുടെ മുകളിലാണ് കേസെടുത്തത്, അയാളുടെ പരാതിയെ ഞങ്ങൾക്ക് ബഹുമാനിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച പോലീസ് ഓഫീസർമാർ ഇപ്പോൾ പക്ഷെ ചെയ്യുന്നത് നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെറ്റയ്ക്ക് ഈ പാട്ട്
മെറ്റയിൽ നിന്ന് മാറ്റണം എന്ന്, അയ്യപ്പനുമായി ബന്ധപ്പെട്ട പാർട്ടി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവിമാർ തന്നെ കത്തയക്കുന്ന രീതി, ഒരു രാഷ്ട്രീയ ഉപകരണങ്ങളായി പോലീസുകാർ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിനെതിരായിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് നേരിട്ട് മെറ്റയ്ക്ക് കത്തയക്കുന്ന ഒരു കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ ആ തരത്തിൽ എല്ലാ വിധത്തിലും ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ ശബരിമല എന്ന് പറയുന്നത് വലിയൊരു വികാരമായി ആളിക്കത്തിയിട്ടുണ്ട്. അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കട്ട ആളുകൾ, അങ്ങനെ സ്വർണം കട്ട ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടി, ഈ പത്മകുമാറിന്റെയും വാസുവിനെതിരെയും ഒന്നും നടപടിയെടുക്കാത്ത പാർട്ടി, മുരാരി ബാബു എന്ന് പറയുന്ന ആൾ ആരുടെ ആളായിരുന്നു? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ CPM-നെതിരെ ശക്തമായിട്ടുള്ള രീതിയിൽ വലിയ രോക്ഷം, ജനങ്ങളുടെ രോക്ഷം തന്നെ എല്ലായിടത്തും കാണാനായി എന്നുള്ളതാണ്. അത് സർക്കാരിനെ വരിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ പ്രമുഖരിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ സർക്കാരിന്റെ തീവ്രമായ ശ്രമം SITക്ക് മേലുണ്ട്. SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണെങ്കിലും അന്വേഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം തന്നെ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മുകളിൽ ഹൈക്കോടതി പറയുന്നത് അനുസരിച്ച് ഇവർ അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർ തിരിച്ച് അവരവരുടെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മടങ്ങിപ്പോകേണ്ട ആൾക്കാരാണ്. അവിടെ പകപോക്കൽ ഉണ്ടാകുമോ എന്നറിയില്ല. ഈ പറയുന്ന പോലെ പോലീസ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഇടതുപക്ഷ അനുകൂല സംഘടനയാണ്. ഇതൊക്കെ ഒരു പോലീസുകാരനെ വ്യക്തിപരമായി വലിയ രീതിയിൽ വലിയ ട്രോമയിലേക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തത്. രക്ഷയില്ലാത്തത് കൊണ്ട് മാത്രമാണ് പത്മകുമാറിലേക്ക് വരെ ഈ അറസ്റ്റ് എത്തിയിരിക്കുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ പ്രശാന്തിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയിലേക്കും മൊഴിയെടുക്കുന്ന അവസ്ഥയിലേക്കും വരെ കാര്യങ്ങളെത്തി. ഇനി ആരെയൊക്കെയാണ് SIT ചോദ്യം ചെയ്യാൻ പോകുന്നത്, ആരെയൊക്കെ ചോദ്യം ചെയ്യണമെന്നാണ് ഹൈക്കോടതി പറയുന്നത്, ഇത് നമുക്കറിയില്ല. ഹൈക്കോടതി എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് എന്ന കാര്യം പോലും നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന CPM-ന്റെ തലയിൽ ഇരട്ടടി വീണതുപോലെയാണ് ഇപ്പോൾ ED-യുടെ അന്വേഷണവും കൂടെ കടന്നു വരുന്നത്. അങ്ങനെ ഒരു ED-യുടെ അന്വേഷണം വരുമ്പോൾ അത് അന്താരാഷ്ട്ര കൊള്ള സംഘമായി ശബരിമലയിലെയും കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളിലെയും പുരാതനമായ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള, സ്വർണങ്ങൾ അടിച്ചു മാറ്റാനുള്ള ഈ കാര്യങ്ങളിലേക്കുള്ള പോക്ക്, അതിന്റെ ഗൂഢാലോചന, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തെളിയിക്കാൻ, കൃത്യമായി കണ്ടെത്താൻ ഒരുപക്ഷെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ സഹായത്തോടെ, മറ്റ് ഇന്റർനാഷണൽ ഏജൻസികളുണ്ട്, ആ ഇന്റർനാഷണൽ ഏജൻസികളുടെ സഹായത്തോടു കൂടി വലിയ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിക്കാനൊക്കെ ആ രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു കേസായി ഇത് മാറും എന്ന കാര്യത്തിലേക്കുള്ള ഒരു തുടക്കം ഇവിടെ കുറിക്കപ്പെടുകയാണ്. എന്തായാലും ED അന്വേഷണത്തോടു കൂടി പല വമ്പന്മാരും വലയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്.